ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 292. നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം 7 അനുവാദം 1 സൂക്തം 2, 3 ആണ്. കാരണം ഇതിലെ ദേവത പ്രജാപതിയാണ്. പ്രജാപതി എന്ന് പറഞ്ഞാൽ പ്രജകളുടെ പതി എന്ന് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ പ്രജകളെല്ലാം ഏതിൽ നിന്നുണ്ടായോ ആ സൃഷ്ടിക്ക് പിന്നിലുള്ള പ്രേരക ശക്തികളെയാണ് പ്രജാപതിമാർ എന്ന് പറയുന്നത്. പലതരം പ്രേരക ശക്തികളുണ്ട്. ദക്ഷ പ്രജാപതി എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാമായി മാറുന്നത്. ആറ്റങ്ങൾ കൂടിച്ചേരാൻ പ്രേരിപ്പിക്കുന്നത് അല്പം കുറച്ച് ആറ്റങ്ങൾ കൂടിയിട്ടാണ് ഈ പ്രപഞ്ചം ഇന്ന് കാണുന്ന പ്രപഞ്ചമായി മാറുന്നത്. അപ്പം ആറ്റങ്ങളിൽ അതിൽ പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റാണ്. ആ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ആ ശക്തി വിശേഷത്തെയാണ് ദക്ഷ പ്രജാപതി എന്ന് പറയുന്നത്. അങ്ങനെ പലതരം ഫോഴ്സുകൾ, ആറ്റങ്ങളിലെ ഫോഴ്സുകൾ ഇലക്ട്രോണിനെ കൂടിച്ചേർന്ന് പ്രജകളായ ഈ ലോകമെല്ലാം ഉണ്ടാകും, നമ്മളടക്കം ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ആ പ്രേരക ശക്തിയാണ് പ്രജാപതിമാരും ദക്ഷ പ്രജാപതിയല്ല. അപ്പോൾ നമ്മുടെ പിതാവ് എന്ന് വേണമെങ്കിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം പിതാവ് എന്ന് വേണമെങ്കിൽ ആ ദക്ഷ പ്രജാപതിയെ നമുക്ക് വിശേഷിപ്പിക്കാം. ആ ദക്ഷ പ്രജാപതിയെ പറ്റിയാണ് ഇവിടെ സൂക്തം 2, 3 പറയുന്നത്. അപ്പോൾ ഇത് വേദങ്ങളിൽ വളരെയധികം പറയുന്ന കാര്യങ്ങളാണ് ദക്ഷ പ്രജാപതിമാർ, പുരാണങ്ങളിലല്ല. പക്ഷേ അഥർവവേദത്തിൽ ഇതിനെപ്പറ്റി അത്ര അധികമൊന്നും ഉണ്ട്, പറയുന്നുണ്ട്. എന്നാലും കാരണം ഇത് ബ്രഹ്മ നിർഗുണമായ പരമാത്മാവിൽ നിന്നും വരുന്ന ശക്തി ആദ്യമായി ആക്ട് ചെയ്യുന്നത് ദക്ഷ പ്രജാപതിമാരിലൂടെയാണ്. അതുകൊണ്ടാണ് പിതാവ് എന്ന് പറയുന്നത്. പക്ഷെ അത് സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അഥർവവേദം എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്. അതായത് ആധുനിക സയൻസിൽ എൻജിനീയറിംഗ് മെഡിസിൻ, ആ എൻജിനീയറിംഗ് മെഡിസിനൊന്നും സൃഷ്ടിക്രമത്തിലേക്ക് അത്ര വലിയ അധികം പോകാറില്ല. സൃഷ്ടിയുടെ കാര്യങ്ങളെല്ലാം ഇതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് എന്നെല്ലാം മെഡിസിനും എൻജിനീയറിങ്ങിലൊന്നും അത്ര അതെല്ലാം തിയറി പഠിക്കുന്ന BSc MSc എല്ലാം പോകുമ്പോഴാണ് ഇലക്ട്രോൺ ഏതിൽ നിന്നുണ്ട് അങ്ങനെ ചിന്ത പോകുന്നത്. ഇത് ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ പ്രജാപതി അല്ലെങ്കിൽ പരമാത്മാവ് ഇത്തരം പേരുകൾ അപൂർവമായിട്ടേ വരികയുള്ളൂ. എന്നാലും വേദങ്ങളിലെല്ലാം ഉണ്ട്, പലയിടത്തും പ്രജാപതിമാരുണ്ട്. പക്ഷേ അഥർവവേദത്തിൽ അത് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട് നമുക്ക് ആദ്യം 2ാമത്തെ സൂക്തം കേൾക്കാം. അഥർവവേദം കാണ്ഡം 7 അനുവാദം 1 സൂക്തം 2. ഋഷി അഥർവൻ, ദേവത ആത്മാവ്, ഛന്ദസ് തൃഷ്ടുപ്പ്. അഥർവാണം പിതരം ദേവബന്ധും മാതൃഗർഭം പിതുരസും യുവാനം യ ഇമം യജ്ഞം മനസാ ചികേത പ്രാണോവോ വസ്തമിഹേഹ ബ്രവഹ. ഭാവാർത്ഥം: മാതാവിന്റെ ഗർഭരൂപത്തിലും പിതാവിന്റെ വീര്യരൂപത്തിലും നിത്യയുഗത്വമുള്ള ദേവന്മാരുടെ ബന്ധുരൂപത്തിലും സ്ഥിതി ചെയ്യുന്ന പ്രജാപതി പിതാവിന് തുല്യം നമ്മുടെ രക്ഷകനാണ്. ആ രക്ഷദേവനെ ആരാണോ മനസ്സിലാക്കുന്നത് ആ വ്യക്തിയെ നമുക്ക് കാട്ടിത്തരിക. നമ്മളെല്ലാം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് ഏതിൻ്റാണ്? മാതാവിൻ്റെ ഗർഭത്തിൽ നിന്നാണ്. അപ്പം മാതാവിൻ്റെ ഗർഭരൂപമാണ്, പിതാവിൻ്റെ വീര്യത്തിൽ നിന്നാണ്, പിതാവിൻ്റെ വീര്യരൂപമാണ്. പിന്നെയോ നിത്യയുവത്വമുള്ള ദേവന്മാരുടെ ബന്ധുരൂപമാണ്. എല്ലാ ദേവന്മാരും നമ്മുടെ ബന്ധുക്കളാണ്. ദേവന്മാരെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ദേവതകളാണ്. 33 കോടിയുണ്ട്, അതെല്ലാം ദേവതകളാണ്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പല കർമ്മങ്ങളും ചെയ്യുന്നത്. നമ്മുടെ നിലനിൽപ്പ് തന്നെ മറ്റുള്ള വസ്തുക്കളെ, ദേവതകളെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് അത് അതിനെ ബന്ധുരൂപമായിട്ടെടുക്കാം.
ഈ എല്ലാറ്റിൻ്റെയും പിന്നിലുള്ളത് ഏതാണ്? ഒരു ശക്തി വിശേഷമുണ്ട്. സൃഷ്ടിക്ക് പരമാത്മാവാണ്, അതിൻ്റെ ശേഷം വരുന്ന എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നതിനുള്ള നേതൃത്വം ഏറ്റെടുത്ത ഒരു ശക്തി വിശേഷം. അതാണ് ആ സ്ഥിതി എന്ന ദക്ഷ പ്രജാപതി പിതാവിന് തുല്യമാണ്. അപ്പം ദക്ഷ പ്രജാപതി അല്ല, പ്രജാപതി, കുറേ പ്രജാപതിമാരുണ്ട്. അപ്പം പ്രജാപതിമാരിലൂടെയാണ് സൃഷ്ടിക്രമം ആരംഭിക്കുന്നത്. പരമാത്മാവിൽ നിന്ന് പ്രജാപതിമാരെ വെച്ചുകൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്ന ശക്തിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ട് കുറേ ദക്ഷ പ്രജാപതിമാരെ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരിൽ നിന്നാണ്, അദ്ദേഹത്തിലൂടെയാണല്ലോ സൃഷ്ടി വരുന്നത്. അതുകൊണ്ട് സൃഷ്ടിയുടെ എല്ലാം പിതാവാരാണെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ദക്ഷ പ്രജാപതിമാർ എന്ന് പറയാം. നമ്മളെല്ലാം സ്ത്രീയുടെ ഗർഭത്തിൽ നിന്നും പിതാവിൻ്റെ വീര്യത്തിൽ നിന്നല്ല ഉണ്ടാകുന്നത് പോലെ ആ രൂപത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചമുണ്ടായത്, പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ നമ്മളുണ്ടായതെല്ലാം ഈ ദക്ഷ പ്രജാപതി എന്ന ബലത്തിൽ നിന്നാണ്, പ്രേരക ശക്തിയിലാണ്. അതുകൊണ്ട് അതിനെ പിതാവിന് തുല്യം നമ്മുടെ രക്ഷകന്മാരാണ് എന്നാണ് പറയുന്നത്. പിതാവിന് തുല്യം നമ്മുടെ രക്ഷകന്മാരാണ്. അദ്ദേഹത്തെ പിതാവിനെ പോലെ കണ്ടിട്ട്, കാരണം അദ്ദേഹത്തിലൂടെയാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം പിതാവ് രൂപം അതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ബാധ്യതയുണ്ട്? ഈ ജീവജാലങ്ങളെ എല്ലാം രക്ഷിക്കാനുള്ള ബാധ്യതയും ഉണ്ട്. പിതാവിന് മക്കളോട് എങ്ങനെ ബാധ്യതയുണ്ടോ മക്കളെ രക്ഷിക്കാൻ, അതുപോലെ ദക്ഷപ്രജാപതിയിൽ നിന്നാണ് ഇതെല്ലാം മക്കൾ രൂപത്തിലുണ്ടായിരിക്കുന്നത്. മക്കളെ എന്തോ ആകാം. അപ്പം ആ നിലയിൽ ചിന്തിക്കുമ്പോൾ പിതാവിന് തുല്യം നമ്മുടെ രക്ഷകരാണ്. നമ്മളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പ്രജാപതിക്കാണ്. ആ പരമദേവനെ ആരാണോ മനസ്സിലാക്കുന്നത് ആ വ്യക്തിയെ നമുക്ക് കാട്ടിത്തരിക. ഈ ഒരു സത്യം മനസ്സിലാക്കുന്ന വ്യക്തിയെ നമുക്ക് കാട്ടിത്തരുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കൊന്നും ഈ ശക്തി, ഇങ്ങനെയൊരു ശക്തിയുണ്ട് എന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് പറയുകയാണ്, നമുക്ക് ആരെങ്കിലും തിരിച്ചറിഞ്ഞ വ്യക്തിയെ കാട്ടിത്തരുക എന്ന് പറയുമ്പോൾ അത്രയും വിദ്വാൻമാർക്ക് മാത്രമേ ദക്ഷപ്രജാപതിമാരുടെ പ്രജാപതിമാരുടെ പ്രാധാന്യത്തെ മനസ്സിലാവുകയുള്ളൂ. കെമിസ്ട്രി പഠിച്ചവർക്കും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണാണ്, ഓർബിറ്റുകളാണ് എല്ലാ വസ്തുക്കളുടെയും നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് എന്ന് പഠിക്കുന്നുണ്ടെങ്കിലും ആ ഓർബിറ്റിലുള്ള ഒരു ശക്തി വിശേഷം എന്ന നിലയിൽ, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ഒരു ശക്തി വിശേഷം എന്ന നിലയിൽ കെമിസ്ട്രിയിൽ പഠിപ്പിക്കുന്നില്ല. പക്ഷെ വേദങ്ങൾ അവിടെയുള്ള ഒരു പ്രേരക ശക്തി എന്ന രൂപത്തിലാണ് ദക്ഷപ്രജാപതിയെ കാണുന്നത്. അതേപോലെ തന്നെ ബ്രഹ്മാവിൽ നിന്നുമുണ്ടായ എത്രയോ പ്രേരക ശക്തികളാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ. അവരെയാണ് പ്രജാപതിമാർ എന്ന് പറയുന്നത്. ഇനി ഈ പ്രജാപതിമാരെ പറ്റി തന്നെയാണ് സൂക്തം 3 പറയുന്നത്. അപ്പോൾ അതിലെന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹരി ഓം. കാണ്ഡം 7 അനുഭാഗം 1 സൂക്തം 3. ഋഷി അഥർവൻ, ദേവത, ആത്മാവ്, ഛന്ദസ്, തൃഷ്ടുപ്പ്. അയാവിഷ്ഠ ജനയൻ കർബരാണി സ ഹി കൃണിരുരുർവരായ ഗാതു സ പ്രതൽദംദ ധരുണ മധ്വാ ഗഗ്രം സ്ത്രയാ തന്വാ തന്വാ മൈരയത. ഭാവാർത്ഥം: നമുക്ക് കർമ്മഫലം നൽകുന്ന പ്രജാപതിയെ വരിക്കുക. വിശ്വത്തിന്റെ ആത്മാവെന്ന രൂപത്തിൽ അത് എല്ലാറ്റിൻ്റെയും ഉള്ളില് കഴിയുന്നു. അത് നമ്മെ യജ്ഞത്തിലേക്കായിട്ട് പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഈ സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തിവിശേഷം, ആ ശക്തിവിശേഷം എന്തുണ്ട്? അതാണ് നമുക്ക് കർമ്മഫലം നൽകുന്നത്. നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതും, നമ്മളെ കൊണ്ട് എന്തിനാണ് ചെയ്യിപ്പിക്കുന്നത്? അതിനൊരു ഫലം കിട്ടാനാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഫലം ആ പ്രജാപതിയുടെയാണ്. നമ്മളിപ്പോൾ ഒരാളെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട് അയാളുടെ എന്തോ ഒരു ഫലം കിട്ടണം. അപ്പം എന്നിലാണ് അതുള്ളത്. അതുപോലെ പ്രജാപതിയാണ് നമ്മളെ ഈ വിശ്വത്തെയെല്ലാം സൃഷ്ടിച്ചിട്ട് ഈ സൃഷ്ടിക്ക് പിന്നിലുള്ള പ്രേരക ശക്തി ആ പ്രജാപതിമാരാണ്.
അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ആളെയും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. കിട്ടുന്ന കർമ്മഫലം എന്താണെന്നും അവർക്കറിയാം. അതുകൊണ്ട് കർമ്മഫലം നൽകുന്ന പ്രജാപതി എന്ത് വേണം നമ്മൾ വരിക്കുക, സ്വീകരിക്കണം, മനസ്സിലാക്കണം. അത് വിശ്വത്തിൻ്റെ ആത്മാവെന്ന രൂപത്തിൽ കാണണം. കാരണം വിശ്വത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്, ഒരു കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള പ്ലാനാണ്. ഒരു വീടിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെ പ്ലാനാണ്. കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള പ്ലാനിനാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു വീടിൻ്റെ ആത്മാവാണ് അതിൻ്റെ പ്ലാന്. കാരണം ആ സോഫ്റ്റ്വെയർ അനുസരിച്ച് അല്ലെങ്കിൽ പ്ലാൻ അനുസരിച്ചാണ് കമ്പ്യൂട്ടറും വീട് നിർമ്മാണം എല്ലാം നടക്കുന്നത്. അതുപോലെ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ഒരു പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പരമാത്മാവിൽ നിന്ന് പ്രേരണ വരുന്ന പ്രേരണക്കാണ് പ്രജാപതിമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വിശ്വത്തിൻ്റെ ആത്മാവായി തന്നെ നമുക്ക് ആ പ്രജാപതിമാരെ കാണാം. അത് എല്ലാത്തിൻ്റെയും ഉള്ളിലുണ്ട്. നമ്മൾ ഉള്ളിൽ നിന്നുകൊണ്ട് ആ പ്ലാൻ നമ്മളെ ഉള്ളിലുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മളെ വർക്ക് ചെയ്യുന്നത്. അപ്പം പ്ലാൻ എല്ലായിടത്തും ഉണ്ട്. ഒരു വീടിന് ഒരു പ്ലാന് വരച്ചു കഴിഞ്ഞാൽ ആ പ്ലാൻ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ മേസ്ത്രീൻ്റെ കയ്യിലും ഉണ്ടാവും, ആ മരപ്പണി ചെയ്യുന്ന അങ്ങേരെ കയ്യിലും ഉണ്ടാവും, കോൺക്രീറ്റ് ചെയ്യുന്ന അങ്ങേരെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ ആ പ്ലാൻ എന്തുണ്ട്? എവിടെയെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ, നമ്മളൊക്കെ കർമ്മം നടക്കുമ്പോൾ നമ്മളിലൂടെയാണ് പല കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. നമ്മളെ ഉള്ളിൽ എന്തുണ്ട്? ആ പ്ലാന് ഉണ്ട്. അത് നമ്മളെ യജ്ഞത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം വീട്ടിൻ്റെ പ്ലാനാണ് മേസ്ത്രിമാരെ ഇങ്ങനെയെല്ലാം കെട്ട്, ഇങ്ങനെ വാനം വെട്ട്, ഇങ്ങനെ കെട്ട് എന്ന് പ്രേരിപ്പിക്കുന്നത്. ആ കാർപ്പൻ്ററുടെ കൈമലുള്ള പ്ലാനാണ് ഇത്ര ജനൽ വാതിലുണ്ടാക്കി, ഇത്ര എണ്ണം ഉണ്ടാക്കി, ഇന്ന സൈസിലുണ്ടാക്കുന്നെല്ലാം, ഇന്ന രൂപത്തിലുണ്ടാക്കുന്നെല്ലാം പ്രേരിപ്പിക്കുന്നത്. കോൺക്രീറ്റ് ചെയ്യുന്നവരുടെ കൈമലുള്ള പ്ലാനാണ് ഇന്ന രൂപത്തിലല്ല ഇന്ന സ്ഥലത്തെല്ലാം കോൺക്രീറ്റ് ചെയ്യുന്നത് പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള പ്ലാനാണ്, പ്രപഞ്ചത്തിൻ്റെ പ്ലാനാണ് നമ്മൾ എന്തെല്ലാം കർമ്മം ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്നത്. ഈ തരത്തിൽ നമ്മളിതിനെ മനസ്സിലാക്കുന്നു.